Good morning, students. In this class, we will be discussing about the portfolio management process as well as the portfolio risk and return. Okay. So, what do you mean by portfolio management? Portfolio management means it is the process of selecting a list of securities from a number of alternatives which provides investor the maximum yield with given level of risk. That is known as portfolio management. Portfolio management comprises of all process involved in creation and maintenance of investment portfolio. It deals with especially with the security analysis, portfolio selection, revision and portfolio evaluation. Okay. That is portfolio management process എന്ന് പറയുന്നത് 7 steps include ചെയ്യുന്നതാണ്. That is setting objective, asset mix, formulation of portfolio strategy, security analysis, portfolio execution, portfolio revision, performance evaluation. Okay. Portfolio management make use of these analytical techniques of analysis and conceptual theories regarding rational allocation of funds. അതായത് ഓർഗനൈസേഷനിലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്സ് എന്ത് ചെയ്യും, ഈ അനലിറ്റിക്കൽ ടെക്നിക്സ്, അതായത് ഈ സെക്യൂരിറ്റി അനാലിസിസ്, പോർട്ട്ഫോളിയോ സെലക്ഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ, പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ റിവാർഡ് കിട്ടുന്നതും ലെസ് റിസ്കി ആയിട്ടുള്ള ഫണ്ടിൽ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ ആണ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്. Setting the objective means it is the main objective of investment, that is expectation regarding the returns and ability of investor to assume the risk. Okay. അതായത് എന്താണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ എയിം എപ്പോഴും എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്റ്റഡി ഇൻകം അല്ലേ. അത് എന്താണ്, ഹയർ റിട്ടേണും ഉണ്ട്, ഗ്രോത്തും ഉണ്ടാവണം. അതാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, റിട്ടേണും ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് റിസ്ക്കും റിട്ടേണും എന്താണ്, പോസിറ്റീവ്ലി കോറിലേറ്റഡ് ഒരെണ്ണം ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും, റിട്ടേണും ഇൻക്രീസ് ചെയ്യും. റിസ്ക് റിഡ്യൂസ് ചെയ്താൽ റിട്ടേണും റിഡ്യൂസ് ചെയ്യും. അപ്പോൾ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻവെസ്റ്ററിനും ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ഗിൽസ്, അതായത് ഗ്രോത്ത് ഉണ്ടാവാം, ഇൻകം ഉണ്ടാവാം, ലിക്വിഡിറ്റി ഉണ്ടാവാം, ടാക്സ് എക്സംഷൻസ് ഉണ്ടാവാം. ഇതായിരിക്കും അവരുടെ സേഫ്റ്റി ഉണ്ടാവും. അപ്പം ഇതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതനുസരിച്ചായിരിക്കണം, ഈ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഏതാണ് ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യേണ്ടത്. സോ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫൈൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. Second one ആണ് selection of asset mix. Okay, this is known as second activity of portfolio management. In this process we decide proportion of various asset categories to include in the investors portfolio. ഇൻവെസ്റ്ററിൻ്റെ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ പ്രപ്പോർഷനിൽ നമ്മൾ അസറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പം ബോൺസ്, ഡിബഞ്ചേഴ്സ്, സ്റ്റോക്ക്, ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രഷ്യസ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ് ഒക്കെയാണ് വേരിയസ് അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഒരു പ്രോപ്പർ മിക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ അസറ്റ് മിക്സ് എന്ന് പറയുന്നത് അല്ലേ. എത്ര പെർസെൻറ്റേജിൽ ബോൺസ് വേണം, അതായത് 100%-ൽ 50% ബോൺസും ഡിവെഞ്ചേഴ്സും ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് സ്റ്റോക്ക് വേണം, എത്ര പെർസെൻറ്റേജ് ക്യാഷ് ഇൻവെസ്റ്റ് വേണം, അങ്ങനെ ഡിസൈഡ് ചെയ്യുകയാണ്. അസറ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ 100% നോക്കിയിട്ട് വേരിയസ് അസറ്റിൻ്റെ മിക്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇപ്പം 50% ബോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ ബാക്കി 40% ഒരു പക്ഷേ എന്തായിരിക്കും, സ്റ്റോക്കായിരിക്കും. ഓക്കെ. 10% എന്തായിരിക്കും, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനെ എത്ര പെർസെൻറ്റേജിൽ വേണം ഓരോ അസറ്റിൻ്റെ മിക്സ് എന്ന് ഫൈൻഡ് ചെയ്യുന്നതാണ് ഈ അസറ്റ് മിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വേരിയസ് അസറ്റ് കാറ്റഗറീസ് ഇൻക്ലൂഡ് ബോൺസ്, ഡിബഞ്ചേഴ്സ്, സ്റ്റോക്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, പ്രഷ്യസ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ്, എക്സെട്ര. ഓക്കെ.
The choice of the proper asset mix is based on the expectation of return and the risk perception of investor. എങ്ങനെയുള്ള അസറ്റ് മിക്സ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഇൻവെസ്റ്ററിന് എത്രമാത്രം റിട്ടേൺ വേണമെന്നും അതുപോലെ തന്നെ ഇൻവെസ്റ്ററിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്കിൻ്റെ ലെവൽ എത്രയാണെന്നും ഫൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർ അസറ്റ് മിക്സ് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫോർമുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. ഓക്കെ, പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ആസ് വെൽ ആസ് പാസീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. ഇനി എന്താ ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നോക്കാം. ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയിൽ പ്രൊഫഷണൽസ് ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബൈ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും അല്ലേ. അതായത് ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ ബൈയിങ് സെല്ലിങ് ആയിരിക്കും ആ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയിൽ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സൺസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഹു ആർ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ ദ ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രോസസ് ഓഫ് ദ പോർട്ട്ഫോളിയോസ് ആയിരിക്കും. ഓക്കെ, അപ്പം അവർ അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ അവർ ഹയർ റിട്ടേണും ഹയർ ഏർണിങ്സിനും വേണ്ടിയിട്ട് അഗ്രസീവായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി, പാസീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഫൈൻഡ് ചെയ്യുന്ന പേഴ്സൺസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രൊഫഷണൽസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഹു ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് പോർട്ട്ഫോളിയോസ്. അവർ കൂടുതൽ എയിം കൊടുക്കുന്നത് ഹയർ റിട്ടേൺസിനായിരിക്കും. ഇനി പാസീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. അതായത് ദേ ഹോൾഡ് ദ സെക്യൂരിറ്റീസ് ഫോർ എ ലോങ്ങർ പീരീഡിലേക്ക് അവർ ഹോൾഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. അതിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരു സെക്യൂരിറ്റി ആ പോർട്ട്ഫോളിയോയിലെ തന്നെ ഒരു സെക്യൂരിറ്റീസ് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിന് പകരം എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു സെക്യൂരിറ്റീസ് ആ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് പാസീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ദ റിസ്ക് ഓഫ് വിച്ച് ഈസ് പ്രീ ഡിറ്റർമൈൻഡ് ആൻഡ് ഹോൾഡിംഗ് ദ പോർട്ട്ഫോളിയോ അൺആൾട്ടേർഡ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. എന്നിട്ട് എന്ത് ചെയ്യും, പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും റിസ്ക്, എന്നിട്ട് ആ പോർട്ട്ഫോളിയോ ഒരു ലോങ്ങർ പീരീഡിലേക്ക് എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇനി 4th സ്റ്റെപ്പാണ് സെക്യൂരിറ്റി അനാലിസിസ്. സെക്യൂരിറ്റി അനാലിസിസിൽ ടെക്നിക്കൽ അനാലിസിസും ഉണ്ട്, ഫണ്ടമെൻ്റൽ അനാലിസിസും ഉണ്ട്. ഈ 2 അനാലിസിസും ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കൊരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെയുണ്ട് ടെക്നിക്കൽ അനാലിസിസിനും ഫണ്ടമെൻ്റൽ അനാലിസിസിനും വേണ്ടിയിട്ട്. സോ ആ വരുന്ന ചാപ്റ്ററിൽ എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. Okay, securities for the portfolios are analyzed taking into account of their price, possible return, risk associated with that all. അല്ലേ, ഒരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, റിസ്ക് ഒക്കെ എന്ത് ചെയ്യും, അനാലിസിസ് നടത്തും. ഓക്കെ, സോ പ്രോപ്പർ ഗോൾ ഓഫ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ജനറേറ്റ് ദ പോർട്ട്ഫോളിയോ ദാറ്റ് പ്രൊവൈഡ് ഹയസ്റ്റ് റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ ഹയസ്റ്റ് റിട്ടേൺ തരുന്ന പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റിൻ്റെ ഗോൾ എന്ന് തന്നെ പറയുന്നത്. 5th സ്റ്റെപ്പാണ് പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ. നമ്മളിപ്പോൾ പോർട്ട്ഫോളിയോസ് ഒക്കെ ഫൈൻഡ് ചെയ്തു. ആദ്യം ഇൻവെസ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഫൈൻഡ് ചെയ്തു, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഓരോ അസറ്റ് വെച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് 100% എത്ര വരും എന്ന് നോക്കിയിട്ട് അസറ്റ് മിക്സ് ഫോം ചെയ്തു. എന്നിട്ട് ഒരു പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നമ്മൾ ഫൈൻഡ് ചെയ്തു. ഏതാണ്, പാസീവ് ആണോ വേണ്ടത് അല്ലെങ്കിൽ ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ആണോ വേണ്ടതെന്നുള്ളത് ഫൈൻഡ് ചെയ്തു. പിന്നെ പറയുന്നതാണ് സെക്യൂരിറ്റി അനാലിസിസ്. അതായത് നമ്മൾ സെക്യൂരിറ്റീനെ അനലൈസ് ചെയ്യുകയാണ്, അതിൻ്റെ പാസ്റ്റ് ട്രെൻഡ്സിനെ ബേസ് ചെയ്തും അതുപോലെ തന്നെ പ്രസൻറ്റ് ഡാറ്റേനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോർട്ട്ഫോളിയോ എക്സിക്യൂഷനാണ്. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ പോർട്ട്ഫോളിയോനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് അല്ലേ. അതായത് ആഫ്റ്റർ ഫോർമുലേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, ചൂസിങ് ദ അസറ്റ് മിക്സ്, formulation of portfolio strategy and selection of securities, portfolio has to be executed by buying or selling of specified securities in given amount. നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത പോർട്ട്ഫോളിയോ അനുസരിച്ചിട്ടുള്ള അസറ്റ് ബൈ ചെയ്യാൻ, സെക്യൂരിറ്റീസ് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും
സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ പോർട്ട്ഫോളിയോനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചു, അതിനനുസരിച്ച് ഓരോ സെക്യൂരിറ്റീനെ നമ്മൾ അനലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോർട്ട്ഫോളിയോയിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അതായത് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ആ പോർട്ട്ഫോളിയോയിലുള്ള അസറ്റ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ്, 6th സ്റ്റെപ്പാണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ നന്നായി പെർഫോം ചെയ്യാത്ത എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതിനെ സെൽ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് വരുന്നത്. ഓക്കെ, പോർട്ട്ഫോളിയോ മാനേജർ ഹാസ് ടു കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ആൻഡ് റിവ്യൂ പോർട്ട്ഫോളിയോ അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് എന്ത് ചെയ്യണം, ഈ പോർട്ട്ഫോളിയോ മാനേജർ ഈ നമ്മുടെ പോർട്ട്ഫോളിയോ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എന്തെങ്കിലും ഇപ്പോൾ അൺഎഫക്റ്റീവായിട്ട് ഏതെങ്കിലും ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിനെ ചേഞ്ച് ചെയ്യുന്നു. പോർട്ട്ഫോളിയോ റിവിഷൻ ഈ സിംപ്ലി മീൻസ് ഓൾട്ടറേഷൻ ഓഫ് ദ കോമ്പോസിഷൻ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ കൊണ്ടുവന്നേക്കുന്ന പോർട്ട്ഫോളിയോയിലേക്ക് പുട്ട് ചെയ്തേക്കുന്ന ഡെപ്റ്റോ ഇക്വിറ്റി ഇൻസ്ട്രുമെൻസിലോ ചേഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും വേറൊരു ഇൻഡസ്ട്രിയിലേക്കുള്ള സെക്യൂരിറ്റീസ് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പാണ് പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെ വർക്ക് ചെയ്തു എന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് പെർഫോമൻസ് മാനേജർ ഹാസ് ടു അസസ് ദ പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ ഓർ സെലക്റ്റഡ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്റ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ, ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെ വർക്ക് ചെയ്തെന്ന് എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ്. ഇറ്റ് ഈസ് എസെൻഷ്യലി എ പ്രോസസ് ഓഫ് കമ്പയറിംഗ് റിട്ടേൺ ഓൺ എ പോർട്ട്ഫോളിയോ വിത്ത് ദ റിട്ടേൺ ഓൺ വൺ ഓർ മോർ അതർ പോർട്ട്ഫോളിയോസ് ഓൺ എ ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോ വേറെ പോർട്ട്ഫോളിയോസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോർട്ട്ഫോളിയോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇതാണ് ടോട്ടലായിട്ടുള്ള പ്രോസസ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും, പിന്നെ അസറ്റ് മിക്സ്, അസറ്റ് ഏതൊക്കെ മിക്സിൽ വേണമെന്ന് ഫൈൻഡ് ചെയ്യും, പിന്നെ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്ന് നോക്കുക, ആക്റ്റീവ് വേണോ പാസീവ് വേണോ, പിന്നെ പോർട്ട്ഫോളിയോയിലുള്ള ഓരോ സെക്യൂരിറ്റിനെയും നമ്മൾ അനലൈസ് ചെയ്യും, ഏതെങ്കിലും ഇൻഎഫക്റ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്ന പോർട്ട്ഫോളിയോനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ്. പിന്നെ എന്ത് ചെയ്യുന്നു, 6th സ്റ്റെപ്പിലേക്ക് വരുമ്പം പോർട്ട്ഫോളിയോ റിവിഷൻ ആണ്. ദാറ്റ് ഈസ് ഓൾട്ടറേഷൻ ഓഫ് കോമ്പോസിഷൻ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് പോർട്ട്ഫോളിയോ മാനേജർ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നു. ഇത്രയാണ് പ്രോസസ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യാൻ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വഴി നമുക്ക് ഈ പോർട്ട്ഫോളിയോയുടെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻവെസ്റ്റർ നടത്തുന്ന സമയത്ത് അവിടെ റിസ്ക് എലമെൻ്റ് ഉണ്ട്. ആ റിസ്ക് എലമെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻസ് നടത്തുന്നത്. ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജിയാണ്, റിസ്ക് മിനിമൈസ് ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ. ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് ദ റിസ്ക് റിഡക്ഷൻ കോൺസെപ്റ്റ് ദാറ്റ് ഇൻവോൾവ്സ് ദ അലോക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എമംഗ് വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറീസ്. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് റിസ്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് എങ്ങനെ റിസ്ക് റെഡ്യൂസ് ചെയ്യും, ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് നടക്കുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക. അതിനെയാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ ടേംസിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എ വെൽ നോൺ സെയിങ് ദാറ്റ് ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മളെല്ലാം നമ്മുടെ കയ്യിലൊരു 50 മുട്ടയുണ്ടെങ്കിൽ 50 മുട്ടയും ഒരു ബാസ്ക്കറ്റിൽ ഇടുകയാണെങ്കിൽ ആ ബാസ്ക്കറ്റ് താഴെ വീണാൽ എന്ത് ചെയ്യും? ആ 50 മുട്ടയും നഷ്ടപ്പെടും. അതിന് പകരം എന്ത് ചെയ്യുകയാണ്? 50 മുട്ട നമ്മൾ എന്ത് ചെയ്യും? 10 ബാസ്ക്കറ്റിലാക്കുകയാണ്. 10 ബാസ്ക്കറ്റിലാകുമ്പോൾ എന്താണ്? ഓരോ ബാസ്ക്കറ്റിലും 5 മുട്ട വീതം വരുള്ളൂ. അപ്പോൾ ഒരു ബാസ്ക്കറ്റ് താഴെ വീണാലും ബാക്കി 45 മുട്ടയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. ഇതേ ഒരു കോൺസെപ്റ്റാണ് ഈ ഡൈവേഴ്സിഫിക്കേഷനുള്ളത്. അതായത് എന്താണ്? ഡൈവേഴ്സിഫിക്കേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റോക്ക്, ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ് സച്ച് ആസ് ഷെയർസ്, ബോണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് എക്സെട്ര. അതായത് നമ്മൾ ഒരൊറ്റ കാറ്റഗറിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കുണ്ടാവുന്ന ലോസ് റിഡ്യൂസ് ചെയ്യാമെന്നാണ് ഡൈവേഴ്സിഫിക്കേഷനിൽ കൂടെ പറയുന്നത്. The portfolio diversification tries to reduce the impact of systematic and unsystematic risk and assume that losses may be result from poor പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ പറഞ്ഞു സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും എന്ത് ചെയ്യും? പോർട്ട്ഫോളിയോനെ എഫക്റ്റ് ചെയ്യും. അത് റെഡ്യൂസ് ചെയ്യാൻ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് സാധിക്കും. ഇനി അത് കഴിഞ്ഞും ലോസ് വരുവാണെങ്കിൽ അതെന്താണ്? ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുവർ പെർഫോമൻസ് കൊണ്ടാവും. പിന്നെ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് ടു മാക്സിമൈസ് ദ റിട്ടേൺ ആൻഡ് മിനിമൈസ് ദ റിസ്ക് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ബേസസ് ദാറ്റ് വുഡ് ഈച്ച് റിയാക്ട് ഡിഫറെൻറ്റ് ടു ദ സെയിം ഇവൻറ്റ്. അത് മാത്രമല്ല, ഒരേ ഒരു ഇവൻറ്റ്, ഇപ്പോൾ ഒരു ബിസിനസ് സൈക്കിളിൽ ചേഞ്ച് വന്നു, ഇപ്പം റിസഷനാണ് വരുന്നതെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് മാക്സിമൈസ് ദ റിട്ടേൺ ആൻഡ് മിനിമൈസ് ദ റിട്ടേൺ ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് അസറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യണം. അത് സെയിം ഇവൻസിൽ എല്ലാം ഒരു ഇവൻസിൽ തന്നെ ഡൗൺ ആയി പോകുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കരുത്. ഡിഫറെൻറ്റ് ഇവൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം നമ്മൾ ആ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, so diversification refers to the relationship between correlation and portfolio. കോറിലേഷനും പോർട്ട്ഫോളിയോയും തമ്മിലുള്ളതാണ്. അതായത് പോർട്ട്ഫോളിയോ ഇംപെർഫെക്റ്റ് ആവുന്ന സമയത്ത് അത് മോസ്റ്റ് സ്യൂട്ടബിൾ ആണ്, എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതായത് എന്താണ്? സെക്യൂരിറ്റീസ് ഇംപെർഫെക്റ്റ്, അതായത് പോസിറ്റീവോ നെഗറ്റീവോ ആവുന്നു. അങ്ങനെ ആവുന്ന കേസിൽ ആ സെക്യൂരിറ്റീസ് എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ മാർക്കോവിറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൈവേഴ്സിഫിക്കേഷൻ കനോട്ട് എലിമിനേറ്റ് ഓൾ റിസ്ക് എന്നാണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് 2 ടൈപ്സിലുള്ള റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട്, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. അല്ല, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ് ഡൈവേഴ്സിഫയബിൾ റിസ്ക്. ദിസ് ടൈപ്പ് ഓഫ് റിസ്ക് ആസ് എ പാർട്ട് ഓഫ് റിസ്ക് ഇക്വേഷൻ ദാറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അല്ലേ, ചില തിയറിസ്റ്റിൻ്റെ പ്രകാരം എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതേസമയം സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്? കനോട്ട് എലിമിനേറ്റ് ഓർ റെഡ്യൂസ്ഡ്. അല്ലേ, അപ്പം ഇതിനുള്ളിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് നമുക്ക് എല്ലാ റിസ്ക്കും മിനിമൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ലോസ് വന്നാൽ അത് എന്തിൻ്റെ ബേസിലാണ്? ആ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ പുവർ പെർഫോമൻസ് കൊണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ മാർക്കോവിറ്റ്സ് അങ്ങനെയല്ല പറയുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് മാർക്കോവിറ്റ്സ് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് റിസഷൻസ്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ്, വാർ ഓർ ഇൻഫ്ലേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യും? എല്ലാ കമ്പനീസ്, ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനീസെയും സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ. ഓക്കെ, അതായത് ഒരു പോർട്ട്ഫോളിയോയിൽ ഡിഫറെൻറ്റ് അസറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. ആ ഡിഫറെൻറ്റ് അസറ്റ്സിൻ്റെയും കൂടി ടോട്ടലാണ് ഒരു പോർട്ട്ഫോളിയോ. കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതിൻ്റെ റിസ്ക്കും റിട്ടേണും എങ്ങനെ അനലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. എ പോർട്ട്ഫോളിയോ ക്യാൻ ബി അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റിസ്ക് റിട്ടേൺ എക്സ്പെക്റ്റേഷൻ. അനാലിസിസ് നടത്തുന്ന സമയത്ത് റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ബേസിലാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എക്സ്പെക്റ്റഡ് റിട്ടേൺ. എങ്ങനെയാണ് പോർട്ട്ഫോളിയോ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫൈൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഇൻ ദ പോർട്ട്ഫോളിയോ. വെയ്റ്റഡ് ആവറേജ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ, അതാണ് എന്താ പോർട്ട്ഫോളിയോ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്. RP ഈസ് ഈക്വൽ ടു, that is return on the portfolio is equal to proportion of total portfolio invested in security 1 into expected return of security 1. അതിൻ്റെ രണ്ടിൻ്റെയും സിഗ്മ, അതിൻ്റെ രണ്ടിൻ്റെ ടോട്ടലാണ് എന്ത്?
നമ്മുടെ റിട്ടേൺ ഓൺ ദ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, റിട്ടേൺ ഓൺ ദ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് സിഗ്മ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് the total portfolio invested in the security 1 into expected return on the security 1. സിമ്പിൾ ആണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ നോക്കാം. ആൻ്റണി പോർട്ട്ഫോളിയോ കൺസിസ്റ്റ് ഓഫ് 4 സെക്യൂരിറ്റീസ് എ ബി സി ഡി. ആൻ്റണിയുടെ പോർട്ട്ഫോളിയോയിൽ 4 സെക്യൂരിറ്റീസ് ഉണ്ട്. എ ബി സി ഡി എന്ന് പറയുന്ന 4 സെക്യൂരിറ്റീസ് ഉണ്ട്. സോ അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 12%, 15%, 18%, 20% ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട്. പിന്നെ വെയിറ്റ് പറയുന്നുണ്ട്. ദ പ്രൊപ്പോർഷൻ ഓഫ് പോർട്ട്ഫോളിയോ വാല്യൂസ് ഇൻവെസ്റ്റഡ് ഇൻ ദ സെക്യൂരിറ്റീസ് ആർ 20%, 30%, 30% ആൻഡ് 20%. അപ്പോൾ നിങ്ങൾ കൂട്ടി നോക്കുക 100% വരുന്നുണ്ടോ നോക്കുക വെയിറ്റ്. കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദ പോർട്ട്ഫോളിയോ ഓഫ് ആൻ്റണി. അതാണ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, സെക്യൂരിറ്റിയുടെ പേരെടുത്ത് എഴുതുക, എ ബി സി ഡി. ഓക്കെ, എ ബി സി ഡിന്ന് എടുത്തെഴുതുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ എടുത്തെഴുതുക. 12%, 15%, 18%, 20%. പിന്നെ പ്രൊപ്പോർഷൻ എത്രയാണ്, ടോട്ടൽ എത്ര വരണം, 1 വരണം, 100% വരണം. അപ്പം 20%, 30%, 30%, 20%. നമ്മളത് എന്ത് ചെയ്യുന്നു, പോയിന്റിലേക്ക് മാറ്റുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ്പെക്റ്റഡ് റിട്ടേണിനെ പ്രൊപ്പോർഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അത് നമ്മുടെ പോർട്ട്ഫോളിയോ റിട്ടേൺ ആവും. ഓക്കെ, അതായത് എക്സ്പെക്റ്റഡ് റിട്ടേണിനെ പ്രൊപ്പോർഷൻ കൊണ്ട്, അതായത് 12% ഇൻറ്റു 0.20, that is 12 into 0.20, 2.4, 15 into 0.30, 4.5, 18 into 0.30, 5.4, 20% into 20 into 0.20, 4. അങ്ങനെ ടോട്ടൽ നമുക്ക് വെയ്റ്റഡ് ടോട്ടൽ ഓഫ് വെയ്റ്റ് ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലേ. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്, 16.3% എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി പ്രോബ്ലംസ് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ 3 പ്രോബ്ലംസ് നമ്മൾ ഹോംവർക്ക് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി നോക്കാം, ദാറ്റ് ഈസ് പോർട്ട്ഫോളിയോ റിസ്ക്. പോർട്ട്ഫോളിയോ റിസ്ക് ഫോർ കാൽക്കുലേറ്റിംഗ് portfolio risk, weighted individual security risk and co-movement between returns of the securities are needed. അതായത് നമുക്കൊരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് ഫൈൻഡ് ചെയ്യണം. നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിൽ റിട്ടേൺ എങ്ങനെ ഫൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എങ്ങനെ റിസ്ക് ഫൈൻഡ് ചെയ്യുന്നത്, അതിന് എന്ത് ചെയ്യണം, വെയ്റ്റഡ് ആവറേജ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് റിസ്ക് ഫൈൻഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കോ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ റിട്ടേൺസ് ഓഫ് ദ സെക്യൂരിറ്റീസും വേണം അല്ലേ. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ വെയ്റ്റഡ് റിസ്ക്കും വേണം. അതുപോലെ തന്നെ കോ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ സെക്യൂരിറ്റീസ് ഓൾസോ നീഡഡ്. അപ്പോൾ കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന 2 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോവേരിയൻസ് ആണ്. കോവേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട് മെഷറാണ്. ദർ ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് മെഷറാണ്. നോക്കാം. ഇനി ഇതിൽ പോസിറ്റീവ് കോവേരിയൻസ് ആണെങ്കിൽ, അതായത് പോർട്ട്ഫോളിയോയിലുള്ള 2 സെക്യൂരിറ്റീസും സെയിം ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയാം. നെഗറ്റീവ് കോവേരിയൻസ് ആണെങ്കിൽ പോർട്ട്ഫോളിയോയിലുള്ള 2 സെക്യൂരിറ്റീസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. ഒരെണ്ണം ഇൻക്രീസ് ചെയ്യും, ഒരെണ്ണം റെഡ്യൂസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോവേരിയൻസ് പ്രകാരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, ദാറ്റ് ഈസ് covariance is equal to sigma rx minus rx bar. അതായത് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി എക്സ് മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ എക്സ്. ആർ വൈ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി വൈ മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. The return of 2 securities X and for period is given below. Calculate the covariance. അതായത് നമ്മൾക്ക് എക്സിൻ്റെ വൈ 2 സെക്യൂരിറ്റീസ് ആണുള്ളത്. 2 സെക്യൂരിറ്റീസിൻ്റെ 4 years പീരീഡിലെ റിട്ടേൺസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇയർ 1, 2, 3, 4 ഇയേഴ്സിലെ തന്നിട്ടുണ്ട്, റിട്ടേൺ തന്നിട്ടുണ്ട്, എക്സിൻ്റെ റിട്ടേൺ തന്നിട്ടുണ്ട്, വൈയുടെ റിട്ടേണും തന്നിട്ടുണ്ട്.
നമ്മൾ കോവേരിയൻസ് പ്രകാരം എന്ത് ചെയ്യണം, ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന റിസ്ക് മെഷർ ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? റിസ്ക് ആണ് ഇവിടെ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തേതുപോലെ തന്നെ റിട്ടേൺസ് എടുത്ത് എഴുതുക, ഇയർ എഴുതുക, റിട്ടേൺ എഴുതുക. ഓക്കെ, ഇയർ എഴുതുക, റിട്ടേൺ എഴുതുക. എന്നിട്ട് മീൻ ഫൈൻഡ് ചെയ്യുക. മീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 56 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 14. ഓക്കെ, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 56 ആണ് കിട്ടുന്നത്. 56 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 14. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ റിട്ടേൺസ് ഉണ്ടല്ലോ, റിട്ടേൺസ് എത്രയാണ് കിട്ടിയത്? ആദ്യത്തെ എക്സിൽ എത്രയാണ്? എക്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 10 മൈനസ് 14 അല്ലേ? 10 മൈനസ് 14, 10 മൈനസ് 14 എന്ന് പറയുന്നത് എത്രയാണ്? -4. പിന്നെ വരുന്നത് എന്താണ്? 12 മൈനസ് 14, 12 മൈനസ് 14 എന്ന് പറയുന്നത് എത്രയാണ്? -2 ആണ്. 16 മൈനസ് 14, 16 മൈനസ് 14 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 18 മൈനസ് 14 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് RX മൈനസ് ആർ മീൻ കിട്ടി, RXൻ്റെ മീൻ കിട്ടി. ഓക്കെ, അതായത് ഈ റിട്ടേൺ മൈനസ് ഈ ഓരോ റിട്ടേൺ -14 ചെയ്യുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് RX നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ RY നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. RXൻ്റെ മീൻ കാണുന്നത് അല്ലെങ്കിൽ RX ബാർ എന്ന് പറയുന്നത് എത്രയാണ്? RXൻ്റെ മീൻ എന്ന് പറയുന്നത് 50, ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിട്ടേൺ മൈനസ് മീൻ അല്ലേ? റിട്ടേൺ മൈനസ് മീൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഈ ഫിഗറിൽ നിന്ന് മീന് മൈനസ് ചെയ്യുക. 10 മൈനസ് 14, 10 മൈനസ് 14, 12 മൈനസ് 14, 16 മൈനസ് 14, 18 മൈനസ് 14. അത് ചെയ്യുമ്പോൾ നമുക്ക് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈയുടെ റിട്ടേൺ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. വൈയുടെ റിട്ടേൺ 17, 13, 10 ആൻഡ് 8. ഇതിൻ്റെയും എന്ത് ചെയ്യണം? വൈയുടെ മീൻ കണ്ടുപിടിക്കണം. RY മീൻ കണ്ടുപിടിക്കണം. ഓക്കെ, RY മീൻ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 48 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 12 അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഫിഗേഴ്സിനെ എടുക്കുക. ഇപ്പോൾ 17 മൈനസ് 12, 5 അല്ലേ? ഡിവിയേഷൻ ഫൈൻഡ് ചെയ്യാണ്, അതായത് റിട്ടേൺ മൈനസ് മീൻ അല്ലേ? റിട്ടേൺ മൈനസ് മീൻ, അതായത് 17 മൈനസ് 12, 5, 13 മൈനസ് 12, 1, 10 മൈനസ് 12, -2, 8 മൈനസ് 12, -4. ഇനി നമുക്കിതെല്ലാം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിൻ്റെ ഡിവിയേഷൻ ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് RX മൈനസ് ആർ മീൻ ഇൻറ്റു RX മൈനസ് RY ചെയ്ത് നോക്കണം. അതായത് ദിസ് ഫിഗർ ഇൻറ്റു ദിസ് ഫിഗർ. ഓക്കെ, -4 ഇൻറ്റു 5 എത്രയാണ്? -20. -2 ഇൻറ്റു -2 ഇൻറ്റു 1 എത്രയാണ്? -2. 2 ഇൻറ്റു -2 -4. 4 ഇൻറ്റു -4 16. Sorry, ഒരു മിനിറ്റ്. It is not 16, it is -16. Okay, it is -16. 4 into -4 is -16. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 20, 22, 26 plus 16, 42. ടോട്ടൽ 42 ആണ് നമുക്ക് കിട്ടിയ ഫിഗർ. ദാറ്റ് ഈസ് ഈ ടോട്ടലാണ് നമുക്ക് എന്ത് കിട്ടിയത്? 42 ആയിട്ട് കിട്ടിയത്, -42. ഓക്കെ, അതായത് ഇതിൻ്റെ ടോട്ടൽ, ഇതിൻ്റെ ടോട്ടലാണ് ഈ ഫുൾ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് -42 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്രയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ? 4 ആണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ദാറ്റ് ഈസ് 10.5 ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, -42 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് -10.5 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ എന്താണ്? നെഗറ്റീവ് കോവേരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? രണ്ട് സെക്യൂരിറ്റീസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് കൺക്ലൂഷൻ എഴുതുക. കോവേരിയൻസിൻ്റെ പ്രോബ്ലംസും ഞാൻ എക്സ്ട്രാ പ്രോബ്ലംസ് തരുന്നുണ്ടാവും. ആ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോറിലേഷൻ ആണ്. കോവേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ദാറ്റ് ഈസ്
the coefficient correlation between x and y is equal to covariance is the covariance between x and y securities divided by sigma xy, sigma x into sigma y. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ചെയ്ത് നോക്കാം, കൂടുതൽ ക്ലിയർ ആവും. The return and expected return of stock x and y for 2 periods are given below. പീരീഡ് 1ഉം പീരീഡ് 2ഉം തന്നിട്ടുണ്ട്. എക്സിൻ്റെയും വൈയുടെയും റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും തന്നിട്ടുണ്ട്. പീരീഡ് 1ൽ എക്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 7ഉം എക്സ്പെക്റ്റഡ് റിട്ടേൺ 9ഉം ആണ്. വൈയുടേത് 13ഉം എക്സ്പെക്റ്റഡ് റിട്ടേൺ 9ഉം ആണ്. പീരീഡ് 2 ആകുമ്പോഴത്തേക്കും എക്സിൻ്റേത് റിട്ടേൺ 11 ആവുന്നു, എക്സ്പെക്റ്റഡ് റിട്ടേൺ 9 ആവുന്നു. വൈയുടേത് റിട്ടേൺ 5 ആകുന്നു, എക്സ്പെക്റ്റഡ് റിട്ടേൺ 9 ആവുന്നു. നമ്മളോട് പറഞ്ഞേക്കുന്നത് കോവേരിയൻസും അതുപോലെ തന്നെ കോറിലേഷനും ഫൈൻഡ് ചെയ്യുക, എക്സിൻ്റെയും വൈയുടെയും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സിൻ്റെത് 2ഉം അതുപോലെ തന്നെ വൈയുടേത് 4ഉം ആണ്. ഓക്കെ, അത് ഡിവിഷൻ ചെയ്തിട്ട് വരാനുള്ള ഫിഗേഴ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഫൈൻഡ് ചെയ്യുന്നു. നേരത്തെ കോവേരിയൻസ് കാണേണ്ട ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും കൂടി കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നേരത്തെ റിട്ടേൺ മാത്രം തന്നതുകൊണ്ടാണ് നമ്മൾ മീൻ എടുത്തിട്ട് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്തത്. ഇതിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട്. സോ ഡീവിയേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, റിട്ടേണിൽ നിന്നും എക്സ്പെക്റ്റഡ് റിട്ടേൺ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റിട്ടേൺ 7 ആണ്. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ 9 ആയിരുന്നു അല്ലേ. അപ്പം റിട്ടേൺ മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ 7 മൈനസ് 9 മൈനസ് 2. പിന്നെ 11 മൈനസ് 9, 11 മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ 9 ഈസ് ഈക്വൽ ടു 2 അല്ലേ. ഇതിൽ നിന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സ്പെക്റ്റഡ് റിട്ടേണിൽ നിന്നും എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. 7 മൈനസ് 9 മൈനസ് 2. അതുപോലെ തന്നെ 11 മൈനസ് 9 എത്രയാണ്, 2. അതാണ് നമ്മളിവിടെ എഴുതിയത് കേട്ടോ, ഈ രണ്ട് ഫിഗറും. ഇനി അതുപോലെ തന്നെ y ഫൈൻഡ് ചെയ്യണം. 13 മൈനസ് 9, 13 മൈനസ് 9 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ് അല്ലേ. അതേസമയം 5 മൈനസ് 9 എന്ന് പറയുന്നത് എത്രയാണ്, മൈനസ് 4 ആണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടോ. 13 മൈനസ് 9 ദാറ്റ് ഈസ് 4, 5 മൈനസ് 9 ദാറ്റ് ഈസ് മൈനസ് 4. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുന്നു. ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ഡീവിയേഷൻ കൊണ്ട്, പ്രൊഡക്റ്റിൻ്റെ രണ്ട് ഡീവിയേഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. അതായത് -2 ഇൻറ്റു -2 ഇൻറ്റു 4 ദാറ്റ് ഈസ് -8, 2 ഇൻറ്റു -4 -8. ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. സോ കോവേരിയൻസ് എന്ന് പറയുന്നത് -16 ഡിവൈഡഡ് ബൈ ഐറ്റംസ് എത്രയുണ്ട്, എത്ര ഐറ്റംസ് ഉണ്ട് നോക്കാം. എത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ, 2 ഐറ്റം, 2 ഐറ്റംസ് ആണുള്ളത് അല്ലേ. 2 ഐറ്റംസ് ആണുള്ളത്, ദാറ്റ് ഈസ് എക്സും വൈയും, 2 പ്രൊഡക്ട്സ് ആണുള്ളത്. സോ ഡിവൈഡഡ് ബൈ 2, അതെന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്, -16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് -8 ആണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോവേരിയൻസ് ഫൈൻഡ് ചെയ്തു. ഇനി കോറിലേഷനാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. കോറിലേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോവേരിയൻസ് കിട്ടിയ ഫിഗറിനെ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് കൊണ്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ കൊണ്ടും ഡിവിഷൻ നടത്തുക. അപ്പോൾ നമുക്ക് കോവേരിയൻസ് എത്ര കിട്ടിയത്, -8 അല്ലേ. കോവേരിയൻസ് കിട്ടിയത് -8 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ എക്സ് തന്നിട്ടുണ്ട് 2 ആണ്, ഇൻറ്റു വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് എത്രയാണ്, 4 ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ -8 ഡിവൈഡഡ് ബൈ 8, -8 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോർട്ട്ഫോളിയോ റിസ്ക് ഓഫ് 2 സെക്യൂരിറ്റീസ് ആൻഡ് പോർട്ട്ഫോളിയോ റിസ്ക് ഓഫ് 2 or more സെക്യൂരിറ്റീസ് ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, പ്രോസസ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് നോക്കി, അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ നോക്കി, പോർട്ട്ഫോളിയോയുടെ ഡൈവേഴ്സിഫിക്കേഷൻ, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയുടെ റിട്ടേണും റിസ്കിൻ്റെയും കാൽക്കുലേഷൻസും നോക്കി. Clear ആയെന്ന് വിചാരിക്കുന്നു. That's all for today's class. See you in the next class. Till then, goodbye.